ഞങ്ങൾ ഇന്ന് കണ്ണും പൊട്ടൊക്കെ എഴുതിയിട്ട് സുന്ദരിയായി ഞങ്ങൾ കാത് കുത്താൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ കാത് കുത്തണതിൻ്റെ ഒരു റീൽസ് നമ്മൾ തൊട്ട് മുന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ ഒരു കുഞ്ഞി പാവാട കേട്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഞ്ഞി പാവാട ഒക്കെ ആയിട്ടുള്ള ഉടുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദേ കാത് കുത്തണതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാട്ടോ, പിന്നെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ദേ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ അല്ല വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത്. വെയിലൊക്കെ ആറിയിട്ട് പോകാന്ന് വെച്ചിട്ട് പോയതുകൊണ്ട് തന്നെ തട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് രാവിലെ അല്ല കാത് കുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള തൃശ്ശൂർ വരെ പോകേണ്ടതെന്ന് വെച്ചിട്ട് അടുത്തുള്ള ഒരു ഷോപ്പിക്കാണ് പോയതിട്ടാ. അപ്പോൾ എന്തൊരു മരുന്ന് അവർ തേച്ചിട്ടുണ്ടായിരുന്നു, ധരിക്കാൻ അങ്ങനെ എന്താണ് പറഞ്ഞത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ചുളിവിൽ ഞാൻ എൻ്റെ മുടി ഒന്ന് വെട്ടി കുറച്ചൊന്ന് കയറ്റി ഒപ്പാണ് വെട്ടിയിട്ടുള്ളൂ. ലെയറൊക്കെ പെട്ടെന്ന് വെച്ചപ്പോൾ പിന്നെ ഇപ്പോൾ തള്ളവൈ ഭയം അറിയില്ല ഗസ്, ഒപ്പം വെട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് വന്നു. കാരണം ലെയർ അങ്ങനെയൊക്കെ വെട്ടി ഞാൻ പിന്നെയും അറ്റത്ത് ഒട്ടും ഉള്ളിലുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒപ്പൊന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ത്രെഡും കൂടി ചെയ്യിപ്പിച്ചു. ഞാൻ പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യാറേ ഇല്ല, ആകെ ഒരു വട്ടം കണ്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാത് കുത്തി ഗസ്, കരഞ്ഞ് പൊളിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും കരഞ്ഞ് പൊളിച്ചു. അവർ എല്ലാവരും കൂടിയിട്ട് കാത് കുത്തുന്നതിന് മുന്നേ മുഖം ഇങ്ങനെ അമർത്തി പിടിക്കൂല. അപ്പോൾ തന്നെ അവൾ കരച്ചിൽ തുടങ്ങി. അവൾക്ക് അപ്പം തന്നെ ദേഷ്യം വന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാത് കുത്തി പിന്നെ പറയണ്ടല്ലോ. അതിനേക്കാളും വലിയ കരച്ചിൽ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട് കമ്മൽ മാറ്റിയിടാൻ പോയപ്പോഴായിരുന്നു കേട്ടോ. അതായിരുന്നു ശരിക്കത്തെ കരച്ചിൽ. അത്രയും കരഞ്ഞ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തെങ്ങി കരഞ്ഞിട്ട് എനിക്ക് വരെ സങ്കടം വന്നു. പിന്നെ പിണങ്ങിയ പോലെ 2 സെക്കൻഡ് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൾ സെറ്റായി. പിന്നെ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, വേദന എടുത്തിട്ട് അങ്ങനെ ഒന്നും കരഞ്ഞിട്ടില്ല. കുറച്ച് കരഞ്ഞാൽ എന്താ, ആൾ സുന്ദരിയായിട്ടില്ലേ.